ഈ കൊല്ലത്ത് ജിമ്മി വരാൻ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചാർജർ ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി ഇന്നലെ. ചാർജർ എടുക്കാൻ വേണ്ടി വന്ന ഇപ്പം ചാർജർ എടുത്തിട്ട് ഇവിടുന്ന് നേരെ പോവാ. പോക്കങ്ങോട്ടാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. തൃശ്ശൂർ പോയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. ഇവിടുന്ന് 2-2.5 മണിക്കൂർ. അപ്പം നേരെ തൃശ്ശൂർ പിടിച്ചാലോ എന്നൊരാഗ്രഹമുണ്ട്. തൃശ്ശൂർ ഞാൻ പോയിട്ടില്ല. എനിക്ക് തൃശ്ശൂർ റൗണ്ടിലൊക്കെ പോകണമെന്നുണ്ട്. അപ്പം ഇന്നത്തെ യാത്ര അങ്ങോട്ടാകാമെന്നുള്ളൊരു പ്ലാനിലാണ്. ചിലപ്പോൾ അതിൽ മാറ്റം വരാം. എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ താമസിച്ച് എഴുന്നേറ്റ് കേട്ടോ. കിടന്നുറങ്ങിപ്പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. റൂട്ട് മാറ്റി. പ്ലാനിങ് ചെറിയൊരു വ്യത്യാസം. നേരെ തൊടുപുഴ പൊയ്ക്കൊണ്ടിരിക്കുക. തൊടുപുഴ ചെന്നിട്ട് തീരുമാനിക്കും പിന്നെ എങ്ങോട്ട് പോകണമെന്നുള്ളത്. തീരുമാനങ്ങളില്ലാത്ത യാത്ര. അതുകൊണ്ട് ഇഷ്ടമുള്ള സ്ഥലം വഴിയൊക്കെ അങ്ങ് പോകും. ഇവിടെ ഫുള്ള് കാടാ കേട്ടോ. കുറെ നേരമായി കാട്ടിക്കൂടെ തന്നെ പോകുന്നു. വല്ല പുലിയും കടുവയൊക്കെ ഉണ്ടെന്ന് അറിയില്ല. അയ്യോ, ഫുള്ള് കാടാ. വഴി മൊത്തം വള്ളിക്കെട്ടാ കേട്ടോ. മൊത്തം വളവും തിരിവൊക്കെ. ചോദിച്ചു പോകേണ്ട. ഒരു മാപ്പൊക്കെ എടുത്ത് ഇടങ്ങേറാ. ഇടയ്ക്ക് വഴി തെറ്റും. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് തെറിക്കാം. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട് നിർത്തിയതാണ്. അയ്യോ, മടുത്തായിരുന്നു. ഇന്ന് അത്യാവശ്യം ദൂരം ഓടിയ ഒരു ഫീലാണ് വരുന്നത്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പതിയെ അങ്ങോട്ട് പോവാം. വെള്ളം കുടിച്ചു കേട്ടോ. വഴിയൊക്കെ മൊത്തം കുളമായി കിടക്കുന്ന വഴികളാണ്. ഈ അടുത്തിടയ്ക്കൊക്കെ ശരിയാക്കി എടുത്താന്ന് തോന്നുന്നു. പേയം പാർക്കിനൊക്കെ ആയിട്ട് വഴിയൊക്കെ സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടോ. ജീപ്പ് കയറി പോവുള്ളൂ ഇതിൽ കേട്ടോ. നല്ല കയറ്റമാണ്. ഓഫ് റോഡ് ബൈക്ക് എടുത്തുകൊണ്ട് വന്നാൽ പോക്ക് ചടങ്ങാണ്. എക്സ്പൾസും ഹിമാലയനൊക്കെ ആയിട്ട് വന്നാൽ ഇച്ചിരി ടഫാണ്. വണ്ടിക്ക് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പാണ് വണ്ടി താഴോട്ട് ഉരുണ്ട് പോകും. വീഡിയോ കാണുന്നവരല്ല, നല്ല കയറ്റമാണ്. ഇതുവഴി ആരും ബൈക്കും കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല.